ഐടെൽ എന്ന ബ്രാൻഡിന്റെ ഐടെൽ Xeno 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 10,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐടെൽ Xeno 5G എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനൽ കൊടുത്തിട്ടുള്ളൂ. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഡൈനാമിക് ബാർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഇത് iPhone 16 സീരീസിലേതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ പാണ്ട ഗ്ലാസ് MN228 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 5G സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കും. മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നുള്ളൂ. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ 50 മെഗാ ഒരു ക്യാമറ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 8 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയും 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡൊക്കെയാണ് വരുന്നത്. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഫോണിന്റെ തിക്നെസ് വരുന്നത് 7.8mm ആണ്. IP54 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 10,299 രൂപയാണ്. ആമസോണിന്റെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ജൂൺ 10 മുതലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ 10,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രം നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര ബെസ്റ്റ് അല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ചില 5G ഫോണുകളിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ Moto G35, അതുപോലെ തന്നെ Poco M6 ഇതുപോലുള്ള ഫോണുകളിലൊക്കെ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോണുകളിൽ വരുന്നത്. അപ്പം ഇതിൽ പഞ്ചോൾ ഡിസൈൻ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഫുൾ HD റെസൊല്യൂഷനും കൂടി കൊടുക്കായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമാണ് ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മികച്ചൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ നമ്മൾ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് മിസ്സിംഗ് ആണ്. പിന്നെ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വലിയൊരു ക്യാമറ സെറ്റപ്പ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ തന്നെ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ക്യാമറ സെറ്റപ്പൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ തരക്കേടില്ലാത്ത ബാറ്ററി കപ്പാസിറ്റിയാണ് 5000 mAh ബാറ്ററി എന്നുള്ളത്. പക്ഷേ 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കോമ്പറ്റീഷനിൽ വരുന്ന Moto G35 5Gയിലും അതുപോലെ തന്നെ Poco M6 5Gയിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവർക്ക് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടെങ്കിലും കൊടുക്കായിരുന്നു. അപ്പോൾ അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള Moto G35 5Gയിലൊക്കെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോ പോപ്പ് 9 5G പോലുള്ള ഫോണുകൾ വരുന്നുണ്ട്. അതിലൊക്കെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സിംഗിൾ സ്പീക്കർ എന്നുള്ളത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയല്ല. എന്നാലും കോമ്പറ്റീഷനിൽ വരുന്ന ചില ഫോണുകളിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച ഫോൺ എന്ന് പറയാൻ പറ്റില്ല. അപ്പം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. പക്ഷേ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചതല്ല. അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം പ്രോസസ്സർ മാത്രമാണ് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ബാക്കി ഡിസ്പ്ലേയും ബാറ്ററിയും കൂടി കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. ഫുൾ HD റെസൊല്യൂഷനും ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡും കൊടുക്കായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.